ഈട്ടിച്ചുവട് ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭയിലേക്ക് പാസ്റ്റർ പി.എ. രാജൻ നിയമിതനായി. വാർഷികാഘോഷത്തിമിർപ്പിൽ ഈട്ടിച്ചുവട് ദൈവസഭ. 21 ദിന ഉപവാസ പ്രാർത്ഥനയ്ക്ക് അനുഗ്രഹീത തുടക്കം. ജോലി സ്ഥലത്തുണ്ടായ അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് ബ്രദർ മോനിച്ചൻ. ഈട്ടിച്ചുവടിന്റെ കുഞ്ഞൻ താരം ജെയിംസ് കുവൈറ്റിലേക്ക്. കെട്ടിലും മട്ടിലും അടിമുടി മാറ്റങ്ങളുമായി ഈട്ടിച്ചുവട് ദൈവസഭ. ഈട്ടിച്ചുവട് ദൈവസഭയുടെ അംഗത്വം സ്വീകരിക്കാനൊരുങ്ങി ഗിൽഗാൽ ബൈബിൾ മിനിസ്ട്രിയുടെ അമരക്കാരൻ പാസ്റ്റർ ശശി പോൾ. വാർത്തകൾ വിശദമായി. ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭയുടെ ശുശ്രൂഷകനായ പാസ്റ്റർ പി.എ. രാജൻ ചുമതലയേറ്റു. റാന്നി ഈസ്റ്റ് ഡിസ്ട്രിക്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന റാന്നി പെരുന്നാട് ദൈവസഭയുടെ 3 വർഷത്തെ പ്രവർത്തന പൂർത്തീകരണത്തിന് ശേഷം 2023 മെയ് 7-ന് ഈട്ടിച്ചുവട് ദൈവസഭയുടെ ശുശ്രൂഷകനായി പാസ്റ്റർ പി.എ. രാജൻ ചുമതലയേറ്റു. പൂവത്തൂറിനകം പോലെ ഈട്ടിച്ചുവടുന്നവെന്ന് കൂടി ചരിത്രത്തിന്റെ മടങ്ങാത്ത ഏടുകളിൽ എഴുതി ചേർക്കണമെന്ന് സഭാ പാസ്റ്റർ പി.എ. രാജൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. സൺഡേ സ്കൂൾ YPE എല്ലാ പ്രവർത്തനങ്ങൾ ക്രമീകൃതമായി നടന്നുവരുന്നു. കഴിഞ്ഞ നാളുകളിലെ ആത്മീയ ഉണർവുകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജനം ഒന്നടങ്കം പ്രവർത്തിച്ചു വരുന്നു. ദൈവമക്കളുടെ കണ്ണീരിന്റെയും ജനഹൃദയങ്ങളുടെ എരിഞ്ഞിറങ്ങാത്ത ആത്മീയദാഹത്തിന്റെയും ഫലമായി ഈട്ടിച്ചുവട് ദൈവസഭയിൽ ആരാധനയുടെ പുത്തൻ അനുഭവങ്ങൾ തുറക്കപ്പെടുന്നു. ഉപവാസ പ്രാർത്ഥനയിൽ 2 കുഞ്ഞുങ്ങൾ സ്നാനത്തിനായി സമർപ്പിക്കപ്പെട്ടതും സുവിശേഷ തൽപരരായി ഭവന സന്ദർശനങ്ങൾ നടത്തിയതും പ്രാർത്ഥനകൾ ക്രമീകരിച്ചും സഹോദരി സമാജം പ്രവർത്തന നിരതരാകുന്നു എന്നതും ഈ സമയം താൻ കണ്ട ഒരു പ്രത്യേകതയാണെന്നും താൻ ഇതിൽ സന്തുഷ്ടനാണെന്നും തുടർന്നും ജനത്തിന്റെ പ്രാർത്ഥനാ സഹകരണങ്ങൾ ആവശ്യമാണെന്നും പാസ്റ്റർ പി.എ. രാജൻ ഈ ചാനലിനോട് പ്രതികരിച്ചു. മറ്റൊരു വാർത്തയിലേക്ക്. വാർഷികാഘോഷത്തിമിർപ്പിൽ ഈട്ടിച്ചുവട് ദൈവസഭ. ആഘോഷിക്കുവാനും ഉല്ലസിക്കുവാനും ദൈവത്തിന് നന്ദി പറയുവാനും വേദി ഒരുക്കിക്കൊണ്ട് ഒരു വാർഷികാഘോഷത്തിനും കൂടി വരവായി. തദവസരത്തിൽ അധ്യക്ഷ പദാലംകൃതനായി ബ്രദർ ബിനോയിയും മുഖ്യാതിഥിയായി പാസ്റ്റർ ജോയലും വേദി പങ്കിടുന്നു. കഴിഞ്ഞ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ വാർഷികം നടക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെയാണ് സഭാവിശ്വാസികളെന്നും സഭാവൃത്തങ്ങൾ അറിയിച്ചു. ഇപ്പോൾ നമ്മുടെ പ്രതിനിധി റിപ്പോർട്ടർ ഗിഫ്റ്റി നമ്മോടൊപ്പം ചേരുന്നു. ഗിഫ്റ്റി, കഴിഞ്ഞ 2 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സംയുക്ത വാർഷികം നടക്കുന്ന ഈട്ടിച്ചുവട് ദൈവസഭയിൽ ഇപ്പോൾ എന്താണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ? എല്ലാവരും ആകാംക്ഷഭരിതരാണോ? എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഹലോ ഗ്രേസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈട്ടിച്ചുവട് ദൈവസഭ ഹാളിന്റെ ഉള്ളിലാണ്. ഇങ്ങോട്ടൊക്കെ നോക്കിയാൽ നമുക്ക് അതിമനോഹരമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. മനോഹരമായ രീതിയിൽ തന്നെ നമ്മുടെ ഹാള് അലങ്കരിച്ചിരിക്കുകയാണ്. വളരെ ദൂരത്ത് നിന്നും നമുക്ക് മുഖ്യ അതിഥിയായിട്ട് ബ്രദർ ബിനോയ് കടന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികളെല്ലാം തന്നെ വളരെ ആഘോഷത്തിലാണ്. കുട്ടികളെ ഒന്നും അകത്ത് കാണാനില്ല. വളരെ പുറത്ത് വളരെ ആഘോഷത്തോടെ എല്ലാവരും വേഷങ്ങൾ മാറുകയും സന്തോഷകരമായ അനുഭവത്തിലാണ് എല്ലാവരും ആയിരിക്കുന്നത്. ഹോള് മുഴുവൻ ബലൂൺ കൊണ്ടൊക്കെ അലങ്കരിച്ചിരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹലോ ഹലോ കഴിയുന്നുണ്ടോ? ഇപ്പോൾ എനിക്ക് ശരിക്കും ക്ലിയർ ആകുന്നില്ല. കാരണം വളരെ ഒച്ചയും ബഹളവും ഒക്കെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാർഷികാഘോഷത്തിന്റെ തിമിർപ്പ് കാരണം എനിക്ക് ശരിക്കും ക്ലിയർ ആകുന്നില്ല. എങ്കിലും നമ്മോടൊപ്പം ഈ സഭയുടെ ട്രഷററായിരിക്കുന്ന ഒരു വ്യക്തി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ബ്രദർ ടെച്ചു, എങ്ങനെയുണ്ട് ഈ വാർഷികാഘോഷങ്ങൾ? എങ്ങനെ പോകുന്നു? എല്ലാ വർഷത്തിനെക്കാട്ടിലും വളരെ വിപുലീകരമായ രീതിയിലാണ് നടക്കുന്നത്. എല്ലാവരും വ്യാപാരത്തിന് വളരെ സന്തോഷത്തോടെയാണ്. എല്ലാ വർഷത്തെയും കാണുന്നതിനെക്കാളും വളരെ രീതിയിൽ കൃത്യമായി സൂക്ഷിച്ച് അല്ലെങ്കിൽ എല്ലാവരും വളരെ ഉത്സാഹത്തോടാണ് പങ്കെടുക്കുന്നത്. വളരെയധികം നന്ദിയുണ്ട്. നമ്മുടെ സംയുക്ത വാർഷികം നടക്കുന്ന ഈ സാഹചര്യത്തിൽ സഭാ കമ്മിറ്റിയുടെ പാസ്റ്ററുടെ സ്ഥിതി എങ്ങനെയാണ്? ഇപ്പോൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. കാരണം വെളിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ പാത്രങ്ങൾ നടക്കുന്ന ശബ്ദവും മണവും ഒക്കെ നമുക്ക് വരുന്നുണ്ട്. എന്തൊക്കെയോ ഭക്ഷണത്തിന്റെ ക്രമീകരണങ്ങൾ അവിടെ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടി വന്ന നീട്ടി അല്പമൊക്കെ പാത്രങ്ങൾ താന്നിട്ടുണ്ട്. വെളിയിൽ വലിയ ചൂട് ഒക്കെ ഉണ്ടെങ്കിലും ജനങ്ങൾ വളരെ കൂളായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ പ്രതീക്ഷയിലാണ്. ചിലരൊക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ഊണാണോ ബിരിയാണിയാണോ അതോ അപ്പവും ഇറച്ചിയാണോ എന്നിങ്ങനെയുള്ള ആശങ്കയാണ് ഇവിടെയുള്ളത്.
തുടക്കം. പെട്ടെന്നുണ്ടായ ദൈവിക നിയോഗത്തിന് വിധേയനായി 21 ദിവസം വേറിട്ടിരുന്ന സഭയ്ക്കും ദേശത്തിന്റെ വിടുതലിനും വ്യക്തിപരമായ വിഷയങ്ങൾക്ക് മുമ്പിൽ ഉപവസിക്കുവാൻ തീരുമാനിച്ചുറച്ച് പാസ്റ്റർ ശശി പോൾ ആരംഭിച്ച ഉപവാസ പ്രാർത്ഥന ഇന്നേക്ക് 7 ദിനങ്ങൾ പിന്നിടുന്നു. ജാതി മത സഭാ വിഭാഗ വ്യത്യാസം കൂടാതെ വിവിധ ആളുകൾ കടന്നു വരികയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നു. പാസ്റ്റർ പി.എ. രാജൻ പ്രാർത്ഥിച്ചാരംഭിച്ച പ്രാർത്ഥന മുടക്കം കൂടാതെ നടന്നു വരുന്നു. ചൊവ്വ മുതൽ വ്യാഴം വരെ സിസ്റ്റർ ലാലീഷുവിന്റെ ഭവനത്തിൽ നടന്ന സന്ധ്യാരാധനയ്ക്ക് ശേഷം ബിസ്മി സൂപ്പർ മാർക്കറ്റിൽ കാണപ്പെട്ട ഇദ്ദേഹം കയ്യിൽ ഒരു പാക്കറ്റ് തൈരും ബ്രെഡും വാങ്ങിക്കൊണ്ടു പോകുന്നത് കണ്ടതായി ചില ദൃക്സാക്ഷികൾ വിവരം നൽകിയതിനെ തുടർന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയ അന്വേഷണത്തിൽ താൻ നിരപരാധിയാണെന്നും ഒരു കൂട്ടം സംഘം താൻ ഉപവാസം നിർത്തി രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നും പറഞ്ഞു വരുത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും ഇത് തന്റെ മക്കൾക്ക് രാത്രിയിൽ ഭക്ഷിക്കാനുള്ള വസ്തുവകകളാണെന്നും തന്റെ കയ്യിൽ അതുകൊണ്ട് ദയവായി തന്നെ വെറുതെ വിടണമെന്നും വികാരഭരിതനായി ഞങ്ങളുടെ ചാനലിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാസ്റ്റർ ശശി പോൾ പ്രതികരിച്ചു. ഇപ്പോൾ കുറ്റാരോപിതനായ പാസ്റ്റർ ശശി പോൾ നമ്മോടൊപ്പം ലൈനിൽ ചേരുന്നു. പാസ്റ്റർ ശശി പോൾ, ആരോപിക്കപ്പെട്ട കുറ്റം താങ്കൾ ഏറ്റെടുക്കുന്നുണ്ടോ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇത് കെട്ടിച്ചമയ്ക്കപ്പെട്ട ആരോപണമാണോ? അതെ, ഇത് കെട്ടിച്ചമച്ച എന്നെ കൈവേദിക്കുന്ന ഒരു അനുഭവം, അത് തികച്ചും ശരിയായ അറിയാം. അത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ പാസ്റ്ററിനാണല്ലോ. വന്നത് വണ്ടിയായിട്ട് വന്നത് ഞാൻ ഏറ്റെടുക്കുന്നില്ല. കാരണം ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. ഞാൻ ഉപവാസം തന്നെയാണ്. മായമില്ലാത്ത ജീവിതശൈലി സ്വപ്നം കാണുന്ന നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. ന്യായവിലയിൽ നല്ല തനി നാടൻ പശുവിൻ പാൽ ഇനി നിങ്ങളുടെ തൊട്ടടുത്തും. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ നല്ല വൃത്തിയുള്ള സാഹചര്യത്തിൽ ന്യായമായ അളവിൽ ഗുണമേന്മയുള്ള പാൽ നൽകാൻ ബ്രദർ ജോർജ് കുട്ടി. ചായ, കോഫി എന്തുമാകട്ടെ, രുചി ഒട്ടും മാറാതെ നിങ്ങളുടെ ഓരോ പ്രഭാതവും കൂടുതൽ രുചികരമാക്കാൻ ഇപ്പോൾ തന്നെ ചോദിച്ചു വാങ്ങൂ. ഹോം ഡെലിവറി സൗകര്യത്തിനായി ബന്ധപ്പെടുക ബ്രദർ ജോർജ് കുട്ടി. ആധുനിക വസ്ത്രവൈവിധ്യങ്ങളുടെ നിറപ്പകിട്ടാർന്ന ലോകത്തിലേക്ക് ചിത്രവൈവിധ്യങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് എല്ലാവിധ എംബ്രോയിഡറി, ഡിസൈൻ, സ്റ്റിച്ചിങ് വർക്കുകളും കുറഞ്ഞ നിരക്കിൽ ചെയ്തു കൊടുക്കപ്പെടുന്നു. നിങ്ങളുടെ മനസ്സിനിണങ്ങിയ വസ്ത്രം ഏതുമാകട്ടെ, നല്ല ഫിനിഷിംഗിൽ പ്രൊഫഷണലായി തന്നെ തയ്ച്ചു തരാൻ ലാലി ടൈലേഴ്സ് ഉള്ളപ്പോൾ ഇനി എന്തിന് ടെൻഷൻ? തുണിത്തരങ്ങളുടെ നിറവും ഗുണവും മാത്രമല്ല, അവ തയ്ച്ചു കിട്ടുമ്പോഴുള്ള ഫിനിഷിംഗിലാണ് കാര്യം. എല്ലാ തുണിത്തരങ്ങളും നിങ്ങളുടെ സ്റ്റൈലിൽ. ഇനി നിങ്ങളുടെ വസ്ത്രം ശ്രദ്ധിക്കപ്പെടും നിങ്ങളെപ്പോലെ. തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലിക്ക് തയ്യൽ കൂലിയിൽ 10 രൂപ കിഴിവ്. ലാലി ടൈലേഴ്സ്. വിവാഹ വിനോദ തീർത്ഥയാത്രകൾക്ക് എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളോടും കൂടെ രജൂസ് ട്രാവൽസ്. ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ: വൈഫൈ, വീഡിയോ കോച്ച്, കിടിലം ഹോൺ. ഇനി ഓരോ യാത്രയും ആസ്വാദികരമാക്കാൻ രജൂസ് ട്രാവൽസ്. കഴിഞ്ഞ മാസം ബഹ്റൈനിൽ വെൽഡിംഗ് പണിക്കിടെ ജാക്ക്ഹാമറിൽ നിന്നും പ്ലേറ്റ് മുഖത്തേക്ക് തെറിച്ചു വീണ് നിസ്സാരമായ പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ട ബ്രദർ മോനിച്ച്. അപകടം നടന്ന ഉടൻ തന്നെ ബോധരഹിതനായി നിലത്തു വീഴുകയായിരുന്നു അദ്ദേഹം. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ മാറ്റുകയും ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുകയും ചെയ്തു. അപകടം നടന്ന തലേ ആഴ്ച സഭായോഗങ്ങളിൽ ഉണ്ടാകുവാൻ പോകുന്ന ചില അനർത്ഥങ്ങളെ പറ്റി അദ്ദേഹം സൂചന കൊടുത്തിരുന്നുവെന്നും അതേ തുടർന്നുണ്ടായ പ്രാർത്ഥനയുടെ ഫലമായി
വീടമ്മ അച്ചപ്പം ഉണ്ടാക്കി വീട്ടുകാരെല്ലാരും കരമുറെ തിന്നു. കുറച്ചെടുത്ത് പാഴ്സനേജിലെത്തിച്ചു. ആഹാ, നല്ല ക്രിസ്പിയായ അച്ചപ്പം, കുഴലപ്പം, മുറുക്ക് തുടങ്ങിയ എല്ലാ പലഹാരങ്ങളും നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി നൽകാൻ റെസിമോൾ. കറുമുറെ തിന്നാം, കുറുകുറെ കുറിക്കാം. മായമില്ലാത്ത അച്ചപ്പത്തിന് ബന്ധപ്പെടുക റെസി ജോസഫ്. ആരോഗ്യകരമായ ജീവിതശൈലി സ്വന്തമാക്കൂ. ജീവിതം ആസ്വാദികരമാക്കൂ. നല്ല ശുദ്ധമായ എണ്ണയിൽ യാതൊരു രാസവസ്തുക്കളും ചേർക്കാതെ നല്ല തനി നാടൻ ശൈലിയിൽ പഴമയുടെ സ്വാദോടെ കൊതിയൂറും അച്ചാറുകൾക്ക് റേച്ചൽസ് പിക്കിൾസ്. ഇനി നാവിൽ കപ്പലോടും. എല്ലാവരും ഇനി ഒരുപോലെ പറയും, അച്ചാർ ബഹുത്തച്ചാ. നമ്മുടെ കുട്ടികളുടെ പഠിപ്പിൽ നമുക്ക് ശ്രദ്ധ വേണം. നമ്മുടെ കുട്ടികൾക്ക് 90+ മാർക്ക് ഉറപ്പാക്കാൻ പ്രൈസീസ് ട്യൂഷൻ സെന്റർ. അറിവ് നേടാൻ, മാർക്ക് നേടാൻ സിലബസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ കുട്ടിയുടെ നിലവാരത്തിനനുസരിച്ച് കൃത്യതയോടെ, ഉത്തരവാദിത്തത്തോടെ, ഒരു സഹോദരിയുടെ കരുതലോടെ, ആർദ്രതയോടെ. ഇനി പഠനം ഒരു ഭാരമാകുകയേയില്ല. പ്രൈസീസ് ട്യൂഷൻ സെന്റർ. ലേണിംഗ് മേക്ക് സിമ്പിൾ. ഏകദേശം 6 മാസത്തോളമായി താൻ ഈ സഭയിലെ സജീവ സാന്നിധ്യമാണ്. അദ്ദേഹത്തിന് ദൈവദാനമായി നൽകിയ മക്കൾ പോൾസൺ, ഫേവ എന്നിവർ സൺഡേ സ്കൂൾ വൈദ്യുതി പ്രവർത്തനങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാണ്. സഭയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ട് മനസ്സിലാക്കിയ പാസ്റ്റർ ശശി ഇപ്പോൾ ധനശേഖരണത്തിനായി ദൈവസഭയിലേക്ക് ഒരു ഭണ്ഡാരപ്പെട്ടി സമർപ്പിച്ചു. ഏറെ സന്തോഷത്തോടെ ജനം അതിലേക്ക് പണം നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും വർഷാവസാനം നല്ലൊരു തുക ആ ഇനത്തിൽ സഭയ്ക്ക് സമാഹരിക്കാനാകുമെന്നും സഭാ പാസ്റ്റർ പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. ദൈവിക കരുതലിന്റെ ഇരട്ടിമധുരത്തെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് സിസ്റ്റർ ജോയ്സ് രജു. 2 മാസത്തെ വിശ്രമ ജീവിതത്തിനൊടുവിൽ സിസ്റ്റർ ജോയ്സ് രജു വീണ്ടും ആരാധനാലയത്തിൽ. ചികിത്സാർത്ഥം വിശ്രമമെടുത്ത സിസ്റ്റർ ജോയ്സിന്റെ വിടവ് ആ 2 മാസം നികത്താനാകാത്തതായിരുന്നുവെന്ന് സഭാ പാസ്റ്റർ അറിയിച്ചു. ഏകദേശം 2 മാസം വിശ്രമം വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചെങ്കിലും ആരാധനയോടുള്ള അമിതാവേശം മൂലം സിസ്റ്റർ ജോയ്സ് നിശ്ചയിക്കപ്പെട്ട അവധിക്ക് മുമ്പ് തന്നെ ആരാധനകളിൽ പങ്കെടുക്കുമെന്നത് ഏറെ പ്രശംസനീയമാണ്. വളരെ സൗഖ്യത്തോടെ, നിറഞ്ഞ പുഞ്ചിരിയോടെ താൻ ഇന്ന് ഈ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുന്നുവെന്നത് ഏറെ സന്തോഷകരമായ നിമിഷമാണെന്ന് LM സെക്രട്ടറി റെസി ജോസഫ് ജി ന്യൂസിനോട് പ്രതികരിച്ചു. മിന്നൽ പണിമുടക്ക്. ഇന്ന് രാവിലെ 8:30 നടക്കേണ്ടിയിരുന്ന സൺഡേ സ്കൂൾ ഒരു കൂട്ടം അധ്യാപകരുടെയും കുട്ടികളുടെയും അപ്രതീക്ഷിത മിന്നൽ പണിമുടക്കിനെ തുടർന്ന് നടത്താനായില്ല. ഈ മിന്നൽ പണിമുടക്കിന്റെ യഥാർത്ഥ കാരണം വ്യക്തമല്ലെന്നും വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള പരിശീലനത്തിനായി മാറി നിൽക്കുന്നതാകുമെന്നും സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ബ്രദർ ജോർജ് അറിയിച്ചു. കൂട്ടത്തോടെയുള്ള ഈ അവധിയെടുപ്പിനെ ഗൗരവമായി കാണണമെന്ന് സഭാ പാസ്റ്റർ അറിയിച്ചു. കാലാവസ്ഥ. സഭായോഗത്തിൽ ജലത്തിന്റെ ഇപ്പോഴത്തെ താപനില 65°C. അല്പനേരത്തിന് ശേഷം ഇതിലും കൂടാൻ സാധ്യത. ഏകദേശം 1 മണിയോടുകൂടെ പാസ്റ്റർ PA രാജന്റെ രക്തസമ്മർദ്ദം കൂടാനും സഭാജനങ്ങളിൽ വിശപ്പിനും ഷുഗറിനും വൻ സാധ്യത. വാർത്തകൾ ഒരിക്കൽ കൂടി. ഈട്ടിച്ചുവട് ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭയിലേക്ക് പാസ്റ്റർ PA രാജൻ നിയമിതനായി. വാർഷികാഘോഷ ദിനത്തിൽ ഈട്ടിച്ചുവട് ദൈവസഭ 21 ഉപവാസ പ്രാർത്ഥനയ്ക്ക് അനുഗ്രഹീത തുടക്കം. ജോലി സ്ഥലത്തുണ്ടായ അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ബ്രദർ മോനിച്ച് ഈട്ടിച്ചുവടിന്റെ കുഞ്ഞൻ താരം ജെയിംസ് വൈറ്റിലേക്ക്. കെട്ടിലും മട്ടിലും അടിമുടി മാറ്റങ്ങളുമായി ഈട്ടിച്ചുവട് ദൈവസഭ. ഈട്ടിച്ചുവട് ദൈവസഭയുടെ അംഗത്വം സ്വീകരിക്കാനൊരുങ്ങി ലീഗാൽ ബൈബിൾ മിനിസ്ട്രിയുടെ അമരക്കാരൻ പാസ്റ്റർ ശശി പോൾ. ദൈവിക കരുതലിന്റെ ഇരട്ടി മധുരത്തെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് സിസ്റ്റർ ജോയ്സ് രജു. ഇതോടെ ഈ